ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗുലാബ് ജാം കേക്ക് റെസിപ്പിയാണ്. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറത്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമ്മളിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg വാനില സ്പഞ്ച് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഗുലാബ് ജാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ സിറപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെയറിൽ യൂസ് ചെയ്യണത് കപ്പലണ്ടി മിഠായി ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി മിഠായി ഇല്ലെങ്കിൽ സാധാ നട്ട്സ് എന്തെങ്കിലും പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. നമുക്കിതെല്ലാം എടുത്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഗുലാബ് ജാം വെച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രീം കോട്ടിങ് ചെയ്തെടുത്ത് ഇനി 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം ഇതാ കേക്ക് നമ്മൾ പുറത്തെടുത്ത് ഇനി കട്ട് ചെയ്ത് തന്നെ ക്രീം തേച്ച് കൊടുക്കുക. ക്രീമിൽ ഞാൻ യെല്ലോ കളർ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കണം. എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 15 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പൂവാണ് വരച്ച് കൊടുക്കുന്നത്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ ഇതൊരു ഓർഡർ ആയതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.